കഞ്ചിക്കോട് മദ്യവിവാദത്തിൽ പ്രതികരിച്ച എക്സൈസ് വകുപ്പ് മന്ത്രി എം.പി. രാജേഷ്. മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണങ്ങൾ ആസൂത്രിതമായി പ്രചരിക്കുന്നുവെന്ന് എം.പി. രാജേഷ് പറഞ്ഞു. മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയതാണെന്നും പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടത് രഹസ്യരേഖയല്ല, രേഖ വെബ്സൈറ്റിൽ 13 ദിവസമായി കിടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. മദ്യക്കമ്പനിക്ക് അനുമതി നൽകിയതിൽ ദുരൂഹതയുണ്ടെന്ന വാദം പൊളിക്കുന്നതാണ് ക്യാബിനറ്റ് രേഖ. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും മത്സരിച്ച് ആരോപണം ഉന്നയിക്കുന്നു. മദ്യനയം ആരും അറിഞ്ഞില്ലെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. പ്ലാന്റിനായി ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല. 10 ഘട്ടമായി പരിശോധിച്ച ശേഷമാണ് അനുമതി നൽകിയത്. തുടക്കത്തിൽ ഫാക്ടറിക്ക് 0.5 ദശലക്ഷം ലിറ്റർ വെള്ളം മാത്രം മതി. പാലക്കാട് നഗരത്തിൽ ആകെ നൽകുന്നതിന്റെ 1.1% മാത്രമാണ് പ്ലാന്റിന് വേണ്ടിവരിക. അതിനു പുറമെ 5 ഏക്കറിൽ മഴവെള്ള സംഭരണിയും സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഒരു ഘടകകക്ഷിയും ഇതിന് ഈ പറയുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയിട്ടില്ല. മാധ്യമങ്ങളിൽ പല വാർത്തകളും വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഞാനിപ്പോൾ ഇവിടെ വീണ്ടും ഒരിക്കൽ കൂടി വ്യക്തമാക്കാം. വെള്ളത്തെ സംബന്ധിച്ച് അനാവശ്യമായിട്ടുള്ള ആശങ്ക സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ അനാവശ്യമായിട്ടുള്ള സൃഷ്ടിക്കപ്പെട്ട ആശങ്കയിൽ പലരും പെട്ടുപോയിട്ടുണ്ടാവും. മലമ്പുഴ ഡാമിൽ നിന്ന് പാലക്കാട് നഗരത്തിന് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ 1.1% മാത്രമാണ് ഇവിടെ ഈ പ്ലാന്റിന് വേണ്ടി കൊടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് എന്താണ് ആശങ്ക? ഒന്ന്, ഭൂഗർഭജലം എടുക്കുമോ എന്നുള്ളതാണ്, അല്ലേ? അതല്ലേ ആശങ്ക? ഇതാ വീണ്ടും ആ പാലക്കാട്ട് പറഞ്ഞു, ഇവിടെ പറയുന്നു. എത്ര വട്ടം ആവർത്തിക്കണം? ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല, എടുക്കാൻ അനുവദിക്കില്ല. CPIക്കും കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. UTV ന്യൂസ്, പാലക്കാട്.